അപ്പോൾ ഞാൻ നേരെ ഹൗറ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കൊൽക്കത്തയിലെ പ്രസിദ്ധമായ ആ ഒരു നീല തുരുമ്പിച്ച ബസ്സിൽ ഞാനങ്ങനെ പോവുകയാണ്. സോ അവസാന 2-3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടുങ്ങിയ റൂട്ടാണ് കാണിച്ചിട്ടുണ്ടായത്. സോ കുറച്ച് പേടിയുണ്ട്, കാരണം എന്ന് വെച്ചാൽ അറിയാത്ത സ്ഥലമാണ്. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങളൊരു ടൂറിസ്റ്റിൻ്റെ കണ്ണോട് കൂടിയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ അത്രയും എൻജോയ് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ചാൽ കൊൽക്കത്ത എപ്പോഴും ഒരു ടൈം ട്രാവൽ ചെയ്തൊരു ഫീലാണ്. ഞാൻ എത്തിയ സമയം എന്ന് വെച്ചാൽ കുറച്ച് രാത്രി ആയിപ്പോയി. സോ അതിനുശേഷമാണ് വേറൊരു സ്ഥലത്തേക്കും രാത്രിയിൽ പോയിട്ട് ഇറങ്ങരുത് എന്നുള്ള ഒരു തീരുമാനം എടുത്തത്. നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ് ഫായിസ്. ഞാൻ വയനാട് മേപ്പാടി സ്വദേശിയാണ്. കേംബ്രിഡ്ജിൻ്റെ A-ലെവൽ ജോഗ്രഫി ടീച്ചറും കരിക്കുലം ഡെവലപ്പറുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 2023 ഇന്ത്യയിലെ 10ഓളം സംസ്ഥാനങ്ങളിലൂടെ ഞാൻ നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. 2020-25 സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സഞ്ചാരിയുടെ ബാംഗ്ലൂർ വിങ്, അതുപോലെ തന്നെ കൗച്ച് സർഫിങ് ആപ്പിൻ്റെ ഗ്രൂപ്പ്, ഇതിലൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ വീക്കെൻഡും ചെറു ഗ്രൂപ്പുകളായിട്ട് അതുപോലെ തന്നെ കാർപൂളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഒത്തിരി യാത്രകൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. കുമാരപർവ്വത, ഹുത്രി ദുർഗ, ചന്നരായണ ബെട്ട, കുടജാദ്രി എന്നൊക്കെ പറയുന്നത് അതിൽ വളരെ ചെറിയ നമ്പേഴ്സായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2023 സെപ്റ്റംബറിൽ ഞാനും ഗ്രൂപ്പിലെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അജിത്തും കൂടി നടത്തിയൊരു ഹംപി യാത്രയുടെ ഇടയിൽ അജിത്ത് എൻ്റെ അടുത്തൊരു ഐഡിയ പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് ആ വർഷത്തെ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോയിക്കൂടാം. അപ്പോൾ അതൊരു നല്ല ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാനാണെങ്കിൽ ഒരു കരിയർ ബ്രേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2023 ഒക്ടോബർ മുതൽ തന്നെ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ അജിത്ത് ഉണ്ടാവില്ല, അജിത്ത് പിന്നെ ജോയിൻ ചെയ്യാന്നുള്ള ആ ഒരു പ്ലാനിലായിരുന്നു നമ്മളന്ന് ഡിസ്കസ് ചെയ്തത്. സോ വളരെ മിനിമലായിട്ടുള്ള പാക്കിങ്ങൊക്കെ ആയിട്ട് ഞാനങ്ങനെ ഈസ്റ്റേൺ ഇന്ത്യയാണ് ആദ്യത്തെ ഘട്ടത്തിൽ പ്ലാൻ ചെയ്തത്. മെയിനായിട്ട് ഒഡീഷ, ഭുവനേശ്വർ, ലക്നൗ, വാരണസി, ഇത്രയായിരുന്നു എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ. എല്ലാ വീക്കിലും ബാംഗ്ലൂർ SMVT റെയിൽവേ സ്റ്റേഷനിൽ ബാംഗ്ലൂർ ഭുവനേശ്വർ ഹംസഫർ എക്സ്പ്രസ് ഉണ്ട്, അതിലായിരുന്നു ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഏകദേശം ഒരു 16-18 മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഞാൻ ഭുവനേശ്വറിൽ ഇറങ്ങി. അപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കാണുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ നമ്മളെ നാട്ടിലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ഭുവനേശ്വർ ഫീൽ ചെയ്തിട്ടുള്ളത്. സോ മുന്നേ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്നുള്ളത്. അങ്ങനെ ഞാൻ തൊട്ടടുത്ത് കണ്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ നോക്കി. ഏകദേശം 200 രൂപയായിരുന്നു അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അടുത്ത ദിവസങ്ങളിൽ ഏകദേശം ഒരു 10-12ഓളം ദിവസങ്ങൾ ഞാൻ മെയിനായിട്ട് ടെമ്പിളുകളായിരുന്നു വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഭുവനേശ്വർ എന്ന് പറയുമ്പോൾ തന്നെ ടെമ്പിൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് പറയപ്പെടുന്നത്. സോ മെയിനായിട്ട് അവിടെ കാണാനുണ്ടായിരുന്നത് ലിംഗേശ്വര ടെമ്പിൾ, അതുപോലെ മുക്തേശ്വര ടെമ്പിൾ, അതുപോലെ തന്നെ രാജാറാണി ടെമ്പിൾ. അങ്ങനെ ഇത് മൂന്നായിരുന്നു ഭുവനേശ്വർ ടൗണിൽ നമുക്ക് പെട്ടെന്നായിട്ട് കാണാൻ പറ്റുന്ന ടെമ്പിളുകൾ. സോ ആദ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ലിംഗേശ്വര ടെമ്പിളിലേക്കാണ്. ഏകദേശം 13ാം സെഞ്ച്വറിയിലാണ് ഇവരിത് ബിൽഡ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. സോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു ടെമ്പിളും അതിൻ്റെ കലിംഗ ആർക്കിടെക്ചർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകുന്നത് മുക്തേശ്വര ടെമ്പിളിലേക്കാണ്. അതും വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്, ഒരു 15-20 മിനിറ്റ്സ് നമ്മൾ നടന്നാൽ മുക്തേശ്വര ടെമ്പിളിലെത്തും. അടുത്തായിട്ട് പോയിരുന്നത് രാജാറാണി ടെമ്പിളിലേക്കാണ്. സോ ഭുവനേശ്വറിൻ്റെ ഒരു ലോക്കൽ ജോഗ്രഫി വെച്ചിട്ട് ഒരു മീഡിയം ലൈറ്റ് യെല്ലോ റെഡ് കളറിലുള്ള റോക്ക് വെച്ചിട്ടാണ് ഈ ഒരു ടെമ്പിൾ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ലോക്കലി കിട്ടുന്ന ഇത്തരം റോക്കുകൾ അവർ പറയുന്ന പേരായിരുന്നു രാജാറാണി എന്ന് പറയുന്നത്. പിന്നെ കാലക്രമേണ ആ ഒരു ടെമ്പിളിൻ്റെ പേരും അത് തന്നെ ആയി. സോ ഈ 3 ടെമ്പിളുകളിലും എല്ലാ വർഷവും ഒഡീഷ ഗവൺമെൻറ് ഒത്തിരി ഡാൻസ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. സോ ഈ 3 ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിളുകളാണ്. അങ്ങനെ ഈ 3 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പോകാനുണ്ടായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കൊണാർക്കിലെ സൺ ടെമ്പിളാണ്. ഭുവനേശ്വറിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറാണ് കൊണാർക്കിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത്. സോ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒത്തിരി ബസ്സുകൾ ഓരോ 10-15 മിനിറ്റിൻ്റെ ഗ്യാപ്പിലും നമുക്ക് അവിടെ നിന്ന് കിട്ടും. സോ ഏകദേശം 40 to 50 രൂപേൻ്റെ ഇടയിലാണ് ചാർജ് വരുന്നത്. സോ അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറിൻ്റെ യാത്രക്കൊടുവിൽ കൊണാർക്ക് സൺ ടെമ്പിളിലെത്തി.
സോ യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഒരു ടെമ്പിളാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിളാണിത്. ഏകദേശം 13ാം സെഞ്ച്വറിയിലാണ് ഇതും കൺസ്ട്രക്ട് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. സോ അന്നത്തെ രാജാവായിട്ടുള്ള നരസിംഹദേവ 1 ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 7 കുതിരകൾ 24 ചക്രങ്ങൾ വലിക്കുന്ന രൂപത്തിലാണ് ഇവർ ഈ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ 7 അല്ലെങ്കിൽ 24 എന്ന് പറയുന്നത് സമയത്തിനെയാണ് അവർ പിന്നെ കണക്ട് ചെയ്യുന്നതെന്നാണ് അവിടെയുള്ള ഗൈഡ് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഏകദേശം അന്നത്തെ കാലത്ത് ഇവർ ഇതിൽ ഈ ചക്രത്തിൽ വീഴുന്ന നിഴലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഷാഡോ വെച്ചിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അന്നത്തെ ഗൈഡ് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, ഈ ടെമ്പിളിൽ നമ്മൾ ഒത്തിരി സമയം എടുത്തിട്ട് ഈ ടെമ്പിൾ കംപ്ലീറ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവർ കല്ലുകളിൽ കൊത്തി വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ദേവന്മാരുടെ ഫോട്ടോസ്, അതുപോലെ നൃത്തം ചെയ്യുന്ന ഡാൻസ് ചെയ്യുന്ന അപ്സരസുകൾ, അതുപോലെ തന്നെ യക്ഷികൾ. സോ പുരാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കഥകൾ, അതിലെ ക്യാരക്ടേഴ്സിനൊക്കെയാണ് അവർ കാർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇതെന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും ഡീറ്റെയിലിംഗ് ഞാൻ മുന്നേ കണ്ടിട്ടുള്ളത് കർണാടകത്തിൽ തന്നെയുള്ള ഹാസൻ ജില്ലയിലുള്ള ഹൊയ്സാല ടെമ്പിളിലാണ്. സോ അവരത്രയും മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് അവർ ഓരോ ഒബ്ജക്റ്റുകളും ഭയങ്കരമായിട്ട് കാർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ നിങ്ങളെ കയ്യിൽ സമയമുണ്ടെങ്കിൽ ഒത്തിരി സമയം നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനുഭവമായിരിക്കും കൊണാർക്കിലെ സൺ ടെമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പോകാനുണ്ടായിട്ടുള്ളത് രഘുരാജ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കായിരുന്നു. അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ മുമ്പ് പുരിയിലെ ജഗന്നാഥ് ടെമ്പിളും കൂടി വിസിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. സോ എല്ലാ ദിവസവും നമുക്ക് ഭുവനേശ്വറിന് ഒരു ഇടവിട്ട സമയങ്ങളിൽ ഒരു 15-20 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഒത്തിരി ഗവൺമെൻറ് ബസ്സുകൾ അവൈലബിൾ ആണ്. സോ നമുക്കൊരു 40 to 50 രൂപ കൊടുത്താൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വരാൻ പറ്റും. അങ്ങനെ ഭുവനേശ്വറിൽ അടുത്തുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി കണ്ടിട്ടാണ് പിന്നെ ഞാൻ ഈ ഏരിയകളിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. സോ രഘുരാജ്പൂർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വില്ലേജാണ്, ഇൻറ്റീരിയർ ആയിട്ടുള്ള വില്ലേജാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 150ഓളം കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. ആ 150ഓളം കുടുംബങ്ങളിൽ ഓൾമോസ്റ്റ് 99% ആളുകളും കലാകാരന്മാരാണ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ പട്ടചിത്ര എന്ന് പറയുന്ന ഒരു ആർട്ടിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഒരു വീട്ടിൽ ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ 5 പേരുണ്ടെങ്കിൽ അതിൽ 4 പേർക്കും ഈ ഒരു ചിത്രകല അവർക്ക് അറിയുന്ന ആളുകളാണ്. സോ പട എന്ന് പറയുമ്പം നമ്മുടെ ക്ലോത്ത്, അതുപോലെ ചിത്ര എന്ന് പറയുമ്പം ഡ്രോയിങ് അല്ലെങ്കിൽ ആർട്ട് എന്നുള്ള രൂപത്തിലാണ് അത് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇത് ഭയങ്കര റിമോട്ടായിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ്. സോ അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ്. അവർ നമ്മളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. നമുക്ക് അവരെ കൂടെ അവർ ചെയ്യുന്ന ആർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ചെറിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതുപോലെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആയിരുന്നു രഘുരാജ്പൂർ ഗ്രാമം എന്ന് പറയുന്നത്. അന്നത്തെ 2023 പിന്നെ ടൂറിസം മിനിസ്ട്രി ഓഫ് ഇന്ത്യ നടത്തിയ ഒരു കോമ്പറ്റീഷനിൽ ആക്ച്വലി 750ഓളം ഗ്രാമങ്ങളിൽ നിന്ന് നമ്പർ 1 ആയിട്ടുള്ള ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഇൻ ഇന്ത്യ ആയിരുന്നു രഘുരാജ്പൂർ എന്ന് പറയുന്നത്. അങ്ങനെ അവരെ കാഴ്ചകളും അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന് വിസിറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്തൊരു 10-15ഓളം ദിവസങ്ങൾ ഞാൻ ഭുവനേശ്വറിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിന്നെ എനിക്ക് പോകാനുണ്ടായിട്ടുള്ളത് സിറ്റി ഓഫ് ജോയ് എന്ന് പറയുന്ന കൊൽക്കത്തയിലേക്കാണ്. സോ നമ്മൾ നോർമലി ആദ്യം എത്തുന്ന സമയത്ത് നമ്മൾ ടോട്ടലി കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു സിറ്റിയാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു കെയോ സിറ്റുവേഷനാണ്. ഞാൻ ഹൗറ സ്റ്റേഷനിലേക്കാണ് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടായത്. സോ ഓൾമോസ്റ്റ് 23 പ്ലാറ്റ്ഫോമാണ് ഹൗറ സ്റ്റേഷനിലുള്ളത്. ഞാൻ എത്തിയ സമയം എന്ന് വെച്ചാൽ കുറച്ച് രാത്രി ആയിപ്പോയി. സോ അതിനുശേഷമാണ് വേറൊരു സ്ഥലത്തേക്കും രാത്രിയിൽ പോയിട്ട് ഇറങ്ങരുത് എന്നുള്ള ഒരു തീരുമാനം എടുത്തത്. നോർമലി എല്ലാ യാത്രകളിലും ഞാൻ ഹോസ്റ്റലുകളാണ് ബുക്ക് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ കാണാൻ പറ്റും, അവരുടെ കഥകൾ അറിയാൻ പറ്റും, അതുപോലെ തന്നെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും.
പിന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഹോസ്റ്റലുകൾ എന്ന് പറയുന്നത്. സോ നമുക്കൊരു ബങ്ക് ബെഡ് അല്ലെങ്കിൽ ഒരു ബെഡ് സ്പേസ് ഒരു 150 മുതൽ 450 രൂപയുടെ ഉള്ളിൽ ഒരു നൈറ്റിന് നിൽക്കും. സോ ചില ഹോസ്റ്റലുകളൊക്കെ ഏകദേശം ഒരു 500 ഒക്കെ ആയിരിക്കും മാക്സിമം പോകുന്നത്. പക്ഷേ എന്നാൽ തന്നെ അതിൽ ബ്രേക്ക്ഫാസ്റ്റ് കൂടി അവർ ഇൻക്ലൂഡ് ചെയ്ത് തരും. സോ രണ്ടാമത്തെ ദിവസം മുതലാണ് എൻ്റെ ഹോസ്റ്റൽ വരുന്നത്. സോ ഞാൻ പാർക്ക് സ്ട്രീറ്റ് ഏരിയയിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡേ 1 എനിക്ക് സ്റ്റേ ചെയ്യാൻ അന്ന് എനിക്കൊരു ഹോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. അതായത് എൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്ത അഭിജിത്ത് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട്. അഭിജിത്ത് മഹാരാഷ്ട്രയിലെ സത്താര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് അഭിജിത്ത് വരുന്നത്. സോ അഭിജിത്തിൻ്റെ വൈഫ് സ്നേഹയും ഇപ്പം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഭിജിത്തിന് ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഓക്കെ ഞാനിങ്ങനെ വരുന്നുണ്ട്, സോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പുള്ളിയുടെ ലൊക്കേഷൻ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ നേരെ ഹൗറ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കൊൽക്കത്തയിലെ പ്രസിദ്ധമായ ആ ഒരു നീല തുരുമ്പിച്ച ബസ്സിൽ ഞാനങ്ങനെ അഭിജിത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. സോ അവസാന 2-3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടുങ്ങിയ റൂട്ടാണ് കാണിച്ചിട്ടുണ്ടായത്. സോ അതിലേക്ക് അങ്ങനെ ബസ്സിലും അതുപോലെ തന്നെ നടന്നുമൊക്കെയാണ് ഞാൻ അഭിജിത്തിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ആ രാത്രി. സോ കുറച്ച് പേടിയുണ്ട്, കാരണം എന്ന് വെച്ചാൽ അറിയാത്ത സ്ഥലമാണ്. പിന്നെ നമ്മൾ വാർത്തകളൊക്കെ വായിക്കുന്നത് ഭയങ്കര കമ്മ്യൂണലി ഇഷ്യൂ ഉള്ള ഏരിയാസ് ആണെന്നാണ്. സോ അങ്ങനെ ഞാനിങ്ങനെ ഒരു കുറച്ചൊക്കെ പേടിയോടുകൂടി അങ്ങനെ പതുക്കെ അഭിജിത്തിൻ്റെ ലൊക്കേഷനിലേക്ക് അങ്ങനെ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് എനിക്കാണ് കുറച്ച് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം വരുമ്പോൾ തന്നെ ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു കട കണ്ട്. അതായത് ഒരു പ്രായമായ സ്ത്രീ ആയിരുന്നു ആ കട നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് കടയിൽ കയറി. ഒരു 2-3 ആളുകളായിരുന്നു ഉണ്ടായിട്ടുള്ളത്. സോ ആ സ്ത്രീ ആക്ച്വലി ലൈവായിട്ട് നമുക്ക് റൊട്ടിയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ റൊട്ടി ഓർഡർ ചെയ്തു. അപ്പോൾ കഴിക്കാൻ സൈഡായിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചപ്പം ആ സ്ത്രീ പറഞ്ഞത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സബ്ജി ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാനങ്ങനെ നേരെ അഭിജിത്തിൻ്റെ റൂമിലേക്കാണ് പോകുന്നത്. സോ രണ്ടാമത്തെ ദിവസം മുതലാണ് ആക്ച്വലി കൊൽക്കത്തയിലെ കാഴ്ചകളിലേക്ക് ഞാൻ പോകുന്നത്. അങ്ങനെ പാർക്ക് സ്ട്രീറ്റിൽ എൻ്റെ ഹോസ്റ്റലിൽ അടുത്ത് ഏകദേശം 15 ദിവസത്തോളം എൻ്റെ റൂംമേറ്റ് ആയിട്ടുണ്ടായിട്ടുള്ളത് ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ള ടോമിനായിരുന്നു. സോ ടോമിനും ടോമിൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടിയിട്ട് ഇന്ത്യ മൊത്തം കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവർ അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ടോമിൻ്റെ കഥകളും അതുപോലെ ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള ഒരുപാട് സിമിലാരിറ്റി അതുപോലെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ അന്ന് ടോമിനുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ടോമിനായിട്ടുള്ള സംസാരത്തിൻ്റെ ഇടയിൽ സാധാരണഗതിയിൽ ഈവനിങ് ആണ് ടോമും അതുപോലെ ടോമിൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടി കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരമാണ് വരിക. സോ അങ്ങനെ നമ്മളും ഫ്രീ ആകുന്ന സമയത്ത് ടോമിനായിട്ട് സംസാരിക്കുമ്പം അവരെ രാജ്യത്തുള്ള ഒരുപാട് കഥകളും അവരുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ടോമിൻ പറഞ്ഞത് എന്താ വെച്ചാൽ അവരെ നാട്ടിൽ ജപ്പാനിൽ പ്രായമായ ആളുകളുടെ പോപ്പുലേഷൻ ഒരുപാട് കൂടുക എന്നാണ് ടോമിൻ പറഞ്ഞിട്ടുള്ളത്. സോ ടോമിൻ്റെ കണ്ണിലൂടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരുപാട് യങ് പോപ്പുലേഷൻ കൂടുതലുള്ളൊരു രാജ്യമാണ്. അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ വൈസ് ഒരു ഭയങ്കര അസറ്റുള്ള ഒരു രാജ്യമായിട്ടാണ് പിന്നെ ടോമിൻ അന്ന് ഇന്ത്യയെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ടോം എനിക്ക് സുവനീറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എൻ്റെ കയ്യിലുണ്ടായ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ ടോമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഹോസ്റ്റലിലെ അടുത്ത 15 ദിവസങ്ങൾ ടോമിനുമായിട്ടുള്ള എല്ലാ വീക്കെൻഡും എല്ലാ ഈവനിങ്ങും ഭയങ്കര രസകരമായിരുന്നു. കാരണം ഒരുപാട് ഡിസ്കഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ആ റൂം വെക്കേറ്റ് ചെയ്യുന്നത്. സോ കൊൽക്കത്തയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കൊൽക്കത്തയിൽ ഉണ്ടായിട്ടുള്ളത്, അതുപോലെ തന്നെ എക്സ്പീരിയൻസും. സോ നോർമലായിട്ട് ഞാൻ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളെന്ന് പറയുന്നത് വിക്ടോറിയ മെമ്മോറിയൽ, അതുപോലെ തന്നെ നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള മഞ്ഞ അംബാസിഡർ കാറുകളിലെ യാത്രകൾ, അതുപോലെ തന്നെ കൊൽക്കത്തയിലെ ദുർഗാപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കളിമണ്ണിൻ്റെ രൂപങ്ങളും ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗ്രാമമുണ്ട് കുമാർട്ടുള്ളി എന്ന് പറഞ്ഞിട്ട്, അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
സോ അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റി. അത് ഭയങ്കര നല്ല അനുഭവമായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ കൊൽക്കത്തയുടെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണികളുണ്ട് 2 അർസലാൻ ബിരിയാണി, അതുപോലെ തന്നെ ആലിഷാൻ ബിരിയാണി. സോ അത് രണ്ടും തനതായിട്ട് കൊടുക്കുന്ന പല ഷോപ്പുകളുണ്ട് പല ഗള്ളികളിലും. സോ അതൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് രസ്മലായി, രസ്കുല, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ചായ. ആക്ച്വലി അവർ ഒരു കളിമണ്ണിൻ്റെ കോപ്പയിലാണ് തരിക, മഡ്ക എന്നാണ് അവർ അതിന് പറയുന്നത്. സോ അതൊക്കെ നടന്ന് ക്ഷീണിക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ കൊൽക്കത്തയിലെ രസകരമായ അനുഭവങ്ങളാണ് ടോട്ടലായിട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങളൊരു ടൂറിസ്റ്റിൻ്റെ കണ്ണോടുകൂടിയാണ് കൊൽക്കത്തയിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങളത്രയും എൻജോയ് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ചാൽ കൊൽക്കത്ത എപ്പോഴും ഒരു ടൈം ട്രാവൽ ചെയ്തൊരു ഫീലാണ്. ഒരു 10-20 വർഷങ്ങൾ പുറകെയുള്ള ഒരു ഫീലാണ് കൊൽക്കത്ത എപ്പോഴും ഉണ്ടാവുക. കാരണം വെച്ചാൽ ഭയങ്കര നാരോ ആയിട്ടുള്ള ഇടുങ്ങിയ ടൈപ്പുള്ള സ്ട്രീറ്റുകൾ, അതുപോലെ തന്നെ എപ്പോഴും ബഹളമുള്ള ടൈപ്പ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വെച്ചാൽ എപ്പോഴും ഹോണടി സൗണ്ടാണ്, ബസ് ഉണ്ടാവും, അതുപോലെ ലോക്കൽ ബസ്സുകൾ, ടാക്സികൾ, അങ്ങനെ മൊത്തത്തിലാകും ഒരു സർവ്വ കെയോസ് ഒരു കണ്ടീഷനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും കൊൽക്കത്തയിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ എൻജോയ് ചെയ്യും. നേരെ മറിച്ച് നിങ്ങളൊരു ടൂറിസ്റ്റ് കണ്ണോടെ പോയാൽ കൊൽക്കത്ത അത്ര നിങ്ങളെ ഹാപ്പിയാക്കുന്ന ഒരു സ്ഥലമായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ചാൽ പല റോഡിൻ്റെ സൈഡുകളും നമ്മളെ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ കൊൽക്കത്തയിൽ എന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ച ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ ട്രാമുകളാണ്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ട്രാമുകളാണ് ഇപ്പോൾ കൊൽക്കത്തയിലുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ന് നിലവിലുള്ളതിൽ ഒരേ ഒരു ട്രാം, പക്ഷേ ഈ അടുത്തായിട്ട് അത് ഡീകമ്മീഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ട്രാമുകളിലെ ആ ഒരു ഡ്രൈവിംഗ് പാറ്റേണും അതുപോലെ തന്നെ ഭയങ്കര സൗണ്ടിലുള്ള ഹോണടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പം വളരെ ചുരുങ്ങിയ റൂട്ടുകളിലാണ് ഈ ട്രാം ഉള്ളത്. എസ്പ്ലനേഡ് വഴിയാണ് മെയിനായിട്ട് ആ ട്രാം ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വാരാണസിയിലേക്കാണ് പോയത്. അങ്ങനെ വാരാണസിയും ഒരു 6-7 ദിവസങ്ങൾ വാരണാസിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല സ്നാൻ ഘാട്ടുകൾ, അതുപോലെ തന്നെ വാരണാസിയുടെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ലക്നൗ വഴി ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വരികയാണ് ചെയ്തത്. സോ നവംബർ 22-നാണ് ഞാൻ ബാംഗ്ലൂർ തിരിച്ചെത്തുന്നത്. സോ 24-നാണ് ഞങ്ങൾ ഗുവാഹട്ടിയിലേക്കുള്ള ഫ്ലൈറ്റ് വരുന്നത്. ഇവിടെ മുതലാണ് എൻ്റെ സുഹൃത്തായ അജിത്ത് ഈ ഒരു യാത്രയ്ക്ക് ജോയിൻ ചെയ്യുന്നത്. അജിത്ത് IT കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ അങ്ങനെ ഞാനും അജിത്തും കൂടി ആദ്യം പ്ലാൻ ചെയ്ത് നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹോൺബിൽ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. സോ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ഭയങ്കര കോൾഡ് ആയതുകൊണ്ട് ജാക്കറ്റ്, ഫ്ലീസ്, അതുപോലെ തന്നെ നമ്മളവിടെ ഹോസ്റ്റ് ചെയ്യുന്ന കൗച്ച് സർഫിങ്ങിൻ്റെ ഗ്രൂപ്പിലെ ആളുകൾക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ 2 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ബാംഗ്ലൂർ ടു ഗുവാഹട്ടി ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഗുവാഹട്ടി ഇറങ്ങിയ സമയത്ത് തന്നെ ആകാശിൻ്റെ ഫ്രണ്ട് അംബരീഷ് എന്ന് പറയും. അപ്പം അതിനു മുമ്പ് ആകാശ് ആരാന്ന് പറയണം. സോ ആകാശ് എൻ്റെ ഒരു ഫ്രണ്ടാണ്. എഗെയിൻ കൗച്ച് സർഫിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട ഫ്രണ്ടാണ്. അപ്പോൾ ആകാശ് ബാംഗ്ലൂർ വന്ന സമയത്ത് മാർച്ച് മാസത്തിൽ ആകാശ് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏകദേശം 20ഓളം ദിവസം ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ആകാശിനെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു ജോബ് ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പം അന്ന് തന്നെ ആകാശ് നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ നോർത്ത് ഈസ്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം, ഞങ്ങൾ തിരിച്ചും ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഗുവാഹട്ടി എയർപോർട്ടിൽ റീച്ചായി. സോ ആകാശിൻ്റെ ബ്രദർ അംബരീഷ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സോ അടുത്ത 15ഓളം ദിവസങ്ങൾ അംബരീഷ് നമ്മളെ കൂടെ ഒരു ഗൈഡായിട്ട് പിന്നെ അവിടെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ പല വില്ലേജുകളും റിമോട്ടായിട്ടുള്ള ഏരിയകളും നമുക്ക് ഒറ്റയ്ക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് ഒരു ലോക്കലിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഈസി ആവും. അപ്പം അങ്ങനെയാണ് അംബരീഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. സോ അടുത്ത മേഘാലയ, അതുപോലെ തന്നെ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് ഒക്കെയുള്ള ഏരിയകളിലേക്ക് പോകുമ്പം ആകാശം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗുവാഹട്ടിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി. സോ അവിടെ ഞങ്ങൾക്ക് അന്ന് കാണാനുണ്ടായിരുന്ന വേറെ 2 ആളുകളുണ്ടായിരുന്നു. അതായത് അരുണാചൽ പ്രദേശിൽ തന്നെയുള്ള എൻ്റെ കൂടെ PG പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ക്ലാസ്മേറ്റുകൾ, അവർ 2 പേരുണ്ടായിരുന്നു. ബയാൻലു, അതുപോലെ തന്നെ ഏഞ്ചലീസ. ഇവർ 2 പേരും അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഞങ്ങളെ കാത്തിട്ട് അവിടെ പൾട്ടൻ ബസാറിൻ്റെ സൈഡിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു.
കണ്ടപാടെ തന്നെ അവർ തനത് ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് വൈറ്റ് ഷോളൊക്കെ ഞങ്ങൾ അണിയിച്ചിട്ടാണ് ഞങ്ങളെ വെൽക്കം ചെയ്തത്. അതുപോലെ തന്നെ അവർ പൾട്ടൺ ബസാറിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ട്രഡീഷണൽ ആസാമീസ് താലി കിട്ടുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് ഒരു താലിയൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ താലി എന്ന് വെച്ചാൽ ഒത്തിരി ട്രഡീഷണൽ ആസാമീസ് കറി, അതുപോലെ തന്നെ കുറച്ച് പോർഷൻ റൈസ്, അതുപോലെ കുറച്ച് നോൺ വെജ്, ഇങ്ങനെയാണ് അവരൊരു താലിയുടെ സെറ്റപ്പ് വരുന്നത്. സോ അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ പ്ലാനുകൾ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ ഒപ്പീനിയനും സജഷനും കൂടി എടുത്ത് എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്.